നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി ചുമതല ഏറ്റതോടെ സുപ്രധാന പദവിയിലുണ്ടായിരുന്ന പലരുടെയും കസേരകൾ ഇപ്പോൾ തെറിക്കുകയാണ്. അമേരിക്കൻ സൈന്യത്തിലെ ഏറ്റവും ഉയർന്ന പദവി വഹിച്ചിരുന്ന വനിതയാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. ജോ ബൈഡൻ സർക്കാരിൻ്റെ കാലത്ത് ഉന്നത പദവികളിൽ നിയോഗിച്ചിരുന്ന വ്യക്തികളെയാണ് ഇപ്പോൾ ട്രംപ് ഭരണത്തിലെത്തിയതിന് തൊട്ട് പിന്നാലെ പുറത്താക്കിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ കോസ്റ്റ് ഗാർഡിൻ്റെ കമാൻഡൻ്റായ അഡ്മിറൽ ലിൻഡ എൽ ഫാഗൻ എന്ന വനിതാ ഓഫീസർക്കാണ് കസേര നഷ്ടമായിരിക്കുന്നത്. പുതിയ ഓഫീസിലെത്തി ചുമതലയേറ്റെടുത്തതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ അവർക്ക് പദവി നഷ്ടമായിരിക്കുന്നത്. പുതിയ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപുമൊത്ത് ഒരു ഫോട്ടോ എടുക്കാൻ ലിൻഡ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു എന്നാണ് അവരുടെ സഹപ്രവർത്തകർ പറയുന്നത്. എന്നാൽ ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് തന്നെ ട്രംപ് അവരെ ഇപ്പോൾ പദവിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. എന്നാൽ ലിൻഡ ആകട്ടെ മാധ്യമങ്ങളോട് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഇനിയും തയ്യാറായിട്ടുമില്ല. ലിൻഡയുടെ സഹപ്രവർത്തകരായിരുന്ന പലരും അവർ വളരെ പ്രഗത്ഭയായ ഉദ്യോഗസ്ഥയായിരുന്നുവെന്നും അവരുടെ സേവന കാലഘട്ടത്തിലുടനീളം അമേരിക്കൻ സൈന്യത്തിന് മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് എന്നുമാണ് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ലിൻഡയെ പദവിയിൽ നിന്ന് മാറ്റിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവിൽ പറയുന്നത് കോസ്റ്റ് ഗാർഡിൻ്റെ മേധാവി എന്നുള്ള നിലയിൽ അവർ പല തരങ്ങളിലും പരാജയപ്പെട്ടു എന്നാണ്. അമേരിക്കയിലേക്ക് വൻതോതിൽ കടൽമാർഗം മയക്കുമരുന്നെത്തുന്നത് തടയുന്നതിലൊക്കെ തന്നെ ലിൻഡയ്ക്ക് വലിയ വീഴ്ച സംഭവിച്ചു എന്നാണ് ഇപ്പോൾ അവരെ പദവിയിൽ നിന്ന് മാറ്റിക്കൊണ്ടുള്ള ഉത്തരവിൽ പറയുന്നത്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റതിന് തൊട്ട് പിന്നാലെയാണ് അവരെ പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവും ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ലിൻഡയ്ക്ക് പകരം അഡ്മിറൽ കെവിൻ ലുണ്ടായിയെ കോസ്റ്റ് ഗാർഡിൻ്റെ കമാൻഡൻ്റായി നിയോഗിച്ചിട്ടുണ്ട്. 2022 ബൈഡൻ സർക്കാർ ലിൻഡയെ കോസ്റ്റ് ഗാർഡിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ ഏൽപ്പിക്കുന്നത്. ജോ ബൈഡൻ സർക്കാരിൻ്റെ ഏറ്റവും വിശ്വസ്തയായ ഒരു ഉദ്യോഗസ്ഥ എന്നാണ് ഇവർ പൊതുവെ അന്ന് അറിയപ്പെട്ടിരുന്നത്. ഒരുപക്ഷെ ഇതൊക്കെ തന്നെ ആയിരിക്കാം അവരുടെ പദവി തെറിക്കാൻ കാരണമായത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഇതിന് മറ്റൊരു കാരണവും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഓക്കിസ്റ്റുകളുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി ബൈഡൻ സർക്കാർ ആരംഭിച്ച DEI എന്ന ഒരു പരിശീലന പരിപാടി ഉണ്ടായിരുന്നു. ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ എന്ന ഈ പരിപാടിയുടെ പ്രധാന ഉദ്ദേശം തന്നെ സമൂഹത്തിലെ സ്ഥിതിസമത്വം നിലനിർത്തുക, അനീതികൾ ഇല്ലാതാക്കുക, വംശവിവേചനം ഒഴിവാക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു പരിശീലന പരിപാടി ആരംഭിച്ചത്. എന്നാൽ ഈ പരിശീലന പരിപാടി നേരെ വിപരീത ഫലമാണ് ഉണ്ടാക്കിയത് എന്നാണ് പലരും അഭിപ്രായപ്പെട്ടിരുന്നത്. ഡൊണാൾഡ് ട്രംപും ഇക്കാര്യത്തിൽ ഇതേ നിലപാടുകാരൻ തന്നെയായിരുന്നു. അദ്ദേഹം പ്രസിഡന്റായി ചുമതലയേറ്റതിന് ശേഷം ആദ്യം പുറത്തിറക്കിയ എക്സിക്യൂട്ടീവ് ഉത്തരവുകളിലൊന്ന് ഈ പരിശീലന പദ്ധതി നിർത്തലാക്കിക്കൊണ്ടുള്ളത് ആയിരുന്നു. എന്നാൽ ലിൻഡ ആകട്ടെ അവരുടെ സേവനകാലത്ത് ഈ ഒരു പരിശീലന പദ്ധതിയുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. തൻ്റെ ഔദ്യോഗിക കാര്യങ്ങൾ പലതും മാറ്റിവെച്ച് ലിൻഡ ഈ പരിശീലന പദ്ധതിയുടെ പിറകെ പോവുകയായിരുന്നു എന്നാണ് ട്രംപിൻ്റെ അനുയായികൾ ഇപ്പോൾ ആരോപിക്കുന്നത്. ഒരുപക്ഷെ അതുതന്നെയായിരിക്കാം അവരെ എത്രയും വേഗം ഈ പദവിയിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണവും. പുതിയ പദവിയൊന്നും തന്നെ അവർക്ക് നൽകിയതായി വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഒരുപക്ഷെ ജോലിയിൽ നിന്ന് അവരെ പിരിച്ചുവിട്ടതാണോ അതോ നിർബന്ധിത പെൻഷൻ നൽകി വിട്ടതാണോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഇനിയും വിവരങ്ങൾ ലഭ്യമല്ല. അമേരിക്കയിലെ ഉന്നത പദവികളിലിരിക്കുന്ന പലരും ഇപ്പോൾ അമ്പരപ്പിലാണ്. കാരണം ഡൊണാൾഡ് ട്രംപ് എത്തിയതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ കസേരയിൽ നിന്ന് പുറത്താക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി അങ്ങോട്ട് സൈന്യത്തിലും ഔദ്യോഗിക തലത്തിലുമൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾക്കായിരിക്കും ഒരുപക്ഷെ വഴിവെക്കുക.